അപ്പോൾ ആൻറ്റി കൺവൾസൻസിൽ വരുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം സിമ്പിളാണ്. നമ്മൾ ആദ്യം പഠിച്ചത് ബാർബിറ്റുറേറ്റിൽ വരുന്ന ഫീനോ ബാർബിറ്റോൺ ആണ്. അപ്പോൾ ഫീനോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ 5ാമത്തെ പൊസിഷനിലുള്ള ഫീനൈൽ റിംഗ് ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ ഹൈഡൻറ്റോയിൻസിൽ വരുന്ന ഫെനിറ്റോയിൻ ആണ് പഠിച്ചത്. അപ്പോൾ ഹൈഡൻറ്റോയിൻ ഇവിടെ ഉണ്ട്. 5ാമത്തെ പൊസിഷനിൽ 2 ഫീനൈൽ റിങ്ങുകളാണ് വരുന്നത്. ഫെനിറ്റോയിൻ, ഫീനൈൽ അല്ലേ. അപ്പോൾ ഡൈഫീനൈൽ ഹൈഡൻറ്റോയിൻ ആണ് ആര്? ഫെനിറ്റോയിൻ. ഓക്കെ, അടുത്തത് പഠിച്ചത് ഓക്സസോളിഡിയൻ ഡയോൺസിൽ വരുന്ന ട്രൈമെഥാഡയോണും പാരാമെഥാഡയോണും. ഓക്കെ, അപ്പോൾ ഓക്സ, അസ. ഓക്സ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്സിജന് അല്ലേ. അസ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? നൈട്രജനാണ്. ദെൻ ഡയോൺ. ഡയോൺ എന്തുണ്ട്? ഇവിടെ 2 കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് എന്തായിട്ട് മാറിയത്? ഓക്സസോളിഡി ഡയോൺ ആയിട്ട് മാറിയത്. ഓക്കെ, ദെൻ ട്രൈമെഥാഡയോണിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ പേരിൽ കൊടുത്ത പോലെ ട്രൈമെഥ അല്ലേ, 3 മീഥൈൽ ചെയിൻസ് വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക. ദെൻ പാരാമെഥാഡോണിൽ എന്താണ് വ്യത്യാസം? ഒരു മീഥൈൽ മാറിയിട്ട് അവിടെ ഈഥൈൽ ചെയിനാണ് വരുന്നത്. ഓക്കെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ രണ്ടും ഒരുമിച്ച് പഠിക്കാൻ പറ്റും. അടുത്തത് നമ്മൾ സക്സിനിമൈഡ്സിൽ വരുന്ന ഫെൻസക്സിമൈഡ്, മെറ്റ്സക്സിമൈഡ്, എദോസക്സിമൈഡ്. അപ്പോൾ ഫെൻസക്സിമൈഡിൻ്റെ സ്ട്രക്ചർ ആ ഒരു പേരിൽ പറയുന്നത് പോലെ തന്നെ ഒരു ഫീനൈൽ റിങ് വരുന്നുണ്ട് അല്ലേ. ദെൻ നൈട്രജനിലെ CH3 ഓർക്കുക. ദെൻ മെറ്റ്സക്സിമൈഡിൽ എന്താണ് വ്യത്യാസം? ഈ ഒരു ഫീനൈൽ റിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കാർബണിൽ ഒരു മീഥൈൽ ചെയിൻ കൂടെ വരുന്നുണ്ട്. ഓക്കെ, മെറ്റ്സക്സിമൈഡ്. അപ്പോൾ ഫീനൈൽ റിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കാർബണിൽ ഒരു മീഥൈൽ ചെയിൻ കൂടെ വരുന്നുണ്ട്. അതാണ് മെറ്റ്സക്സിമൈഡ്. ബാക്കിയെല്ലാം സിമിലർ ആണ് ആരുമായിട്ട്? ഫെൻസക്സിമൈഡായിട്ട്. എദോസക്സിമൈഡിൽ എന്താണ് വ്യത്യാസം? ഈ ഒരു ഫീനൈൽ റിങ് മാറിയിട്ട് ഇവിടെ എന്തായിട്ട് മാറുന്നുണ്ട്? ഈഥൈൽ ചെയിനായിട്ട് മാറുന്നുണ്ട്. അതേപോലെ നൈട്രജനിലുള്ള ഈ CH3, ഇതിൽ 2ലുള്ള ഈ CH3 എദോസക്സിമൈഡിൽ ഇല്ല. ഓക്കെ, അപ്പോൾ ആ 3 സ്ട്രക്ചേഴ്സ് നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. അടുത്ത് നമ്മൾ കാർബാമെസപ്പിനാണ് പറഞ്ഞത് അല്ലേ. കാർബാമെസപ്പിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ പേര് തന്നെ ഉണ്ട്. കാർബ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ഈ ഒരു CONH2, അതായത് കാർബോക്സമൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ അസെപ്പിൻ അല്ലേ, അസെപ്പിൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു 7 മെമ്പേർഡ് ആയിട്ടുള്ള നൈട്രജൻ കണ്ടെയ്നി അസ അല്ലേ, അസെപ്പിൻ. അസെപ്പിൻ എന്ന് പറയാനുള്ള ആ ഒരു ഡബിൾ ബോണ്ട് ഉള്ള 7 മെമ്പേർഡ് റിങ് കണ്ടെയ്നി നൈട്രജൻ ആണ് എന്ത്? അസെപ്പിൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാർബാമസെപ്പിൻ, കാർബാമാസെപ്പിൻ. ഓക്കെ, 2 ബെൻസീൻ റിങ് കൂടെ ഉണ്ടെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ അപ്പുറം ഇപ്പുറം 2 ബെൻസീൻ റിങ്ങും അതിൻ്റെ സെൻട്രലായിട്ട് ഡബിൾ ബോണ്ട് കണ്ടെയ്നിങ് ആയിട്ടുള്ള 7 മെമ്പേർഡ് റിങ് വിത്ത് നൈട്രജൻ, അതിൽ CONH2 അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ക്ലോണാസെപ്പം, ബെൻസോഡയാസെപ്പിൻ ആണ്. അപ്പോൾ ഇത്രയും എന്താണ്? ഒരു ബെൻസോഡയാസെപ്പിൻ്റെ ഒരു ജനറൽ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറാണ്. അതിൽ 7th പൊസിഷനിൽ ആരുണ്ട്? ക്ലോണാസെപ്പാമിൽ നൈട്രോ ഗ്രൂപ്പാണ് വരുന്നത്. ദെൻ ഇവിടെയുള്ള ഈ ഒരു ഫീനൈൽ എന്താണ് വരുന്നത്? അവിടെ ക്ലോറിനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ക്ലോണാസെപ്പം അതൊരു ക്ലോറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ പ്രിമിഡോൺ പറഞ്ഞു. പ്രിമിഡോൺ നമ്മൾ ആരായിട്ടാണ് കൂട്ടി പറഞ്ഞത്? നമ്മളുടെ ഈ ഒരു ഫീനോ ബാർബിറ്റോൺ ആയിട്ടാണ് കൂട്ടി പറഞ്ഞത്. അപ്പോൾ ഡിയോക്സി ബാർബിറ്റുറേറ്റാണ് പ്രിമിഡോൺ വരുന്നത്. ഈ ഒരു ഫീനോ ബാർബിറ്റോണിൻ്റെ സ്ട്രക്ചർ അറിയാമെങ്കിൽ പ്രിമിഡോണിൻ്റെ സ്ട്രക്ചറും സിമ്പിളാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു C ഡബിൾ ബോണ്ട് ഇല്ലെങ്കിൽ അത് എന്തായി മാറി? അത് പ്രിമിഡോൺ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ്. ഫീനോ ബാർബിറ്റോൺ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് പഠിക്കുക. അടുത്തത് വാൽപ്രോയിക് ആസിഡ് അല്ലേ. വാൽപ്രോയിക് ആസിഡ് ഇവിടെ എന്തുണ്ട്? ഒരു 5 മെമ്പേർഡ് ചെയിൻ ഉണ്ട്. ഓക്കെ, പെൻറ്റനോയിക് ആസിഡാണ് അല്ലേ. ദെൻ ഇവിടെ എന്തുണ്ട്? 2ാമത്തെ കാർബണിൽ എന്ത് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്? ഒരു പ്രൊപ്പൈൽ ചെയിൻ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ്. അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡാണ് വാൽപ്രോയിക് ആസിഡ്. അടുത്തത് ഗാബ പെൻറ്റിൻ നമ്മൾ പറഞ്ഞു, സൈക്ലിക് ഗാബ ഡെറിവേറ്റീവ്. ഇത്ര എന്താണ്? ഗാബയാണ്. ദെൻ ഇവിടെ ഒരു 5 കാർബൺ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അതൊരു സൈക്ലിക് ഫോമിലാണ് വരുന്നത്. അതുകൊണ്ടാണിത് സൈക്ലിക് ഗാബ ഡെറിവേറ്റീവ് ആയത്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓർക്കുക. അത് ഞാൻ പറഞ്ഞു ഗാബയാണെന്ന് പറഞ്ഞപ്പോൾ ഇത് ഗാമ കാർബൺ, ആ ഒരു കാർബൺസ് ഏതൊക്കെയാണ് വരുന്നത്? ആ ഒരു ഗാമ കാർബണിലാണ് നൈട്രജൻ വരുന്നത്, ആ ഒരു NH2 ഗ്രൂപ്പ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഗാമ അമിനോ ബ്യൂട്ടറിലിക് ആസിഡ് ആയത്. ദെൻ ഈ ഒരു കാർബണിൽ ഒരു 5 കാർബൺ എക്സ്ട്രാ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പെൻറ്റിൻ വന്നത് അല്ലേ. ദെൻ നമ്മൾ ഫെൽബാമേറ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു
കാർബോക്സാമൈഡ്. ദെൻ ഇതൊരു എസ്റ്റർ ഫങ്ഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു കാർബോക്സാമൈഡിൻ്റെ കാര്യം ഓർക്കുക. ഓക്കെ, ദെൻ 2 ഓക്സിജൻ, ദെൻ 3 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ചെയിന്, അതിൽ സെൻറ്ററിലുള്ള കാർബൺ എന്തുണ്ട്, ഒരു ഫീനൽ റിങ്ങുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഫെൽബാമേറ്റ് പഠിക്കാനും സിമ്പിളാണ്. ഓക്കെ.